ഗൾഫ് നാടുകളിൽ ഓണാഘോഷങ്ങൾ നേരത്തെ തുടങ്ങിയപ്പോൾ മാവേലിക്കും തിരക്കേറി. ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ നിരവധി പേരാണ് മാവേലിയായി അണിഞ്ഞൊരുങ്ങുന്നത്. UAE-യുടെ ആസ്ഥാന മാവേലി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ലിജിത് കുമാർ. കഴിഞ്ഞ 4 വർഷമായി മാവേലിയായി ആഘോഷങ്ങളിൽ എത്തുന്ന ഷാർജയിലെ ലിജിത് കുമാറിനെ ഇനി പരിചയപ്പെടാം. പ്രവാസി മലയാളികളുടെ ഗൃഹാതുര സ്മരണകളിൽ ഓണത്തിനോളം പ്രാധാന്യം മറ്റൊരു ആഘോഷത്തിനുമുണ്ടാകില്ല. നാടിനേക്കാൾ കേമമായി ഓണം ആഘോഷിക്കുന്നവരാണ് പ്രവാസികൾ. സദ്യ പോലെ ഓണാഘോഷങ്ങളിൽ അവർക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് മാവേലിയും. ഗൾഫ് നാടുകളിൽ ആഴ്ചകൾക്ക് മുമ്പേ ഓണാഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഓണാഘോഷങ്ങളെ കെങ്കേമമാക്കാൻ സുന്ദരനായ മാവേലിയുണ്ട്. കഴിഞ്ഞ 4 വർഷമായി UAE-യിലെ ഓണാഘോഷവേദികളിലെ സ്ഥിരം സാന്നിധ്യമാണ് ലിജിത്ത് എന്ന ഈ മാവേലി. മരുഭൂമിയിലെ മലയാളികളുടെ മാവേലി മനനാണ് ലിജിത്ത്. തീർച്ചയായും 4 വർഷമായിട്ട് നല്ല സജീവമായിട്ടുണ്ട് UAE-യിൽ. UAE പറഞ്ഞാൽ ദുബായ് മൊത്തത്തിൽ എത്താൻ പറ്റുന്ന എല്ലാ സംഘടനകളിലും എത്തിപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം മാവേലി എന്ന് പറഞ്ഞൊരു രാജാവാണ്. അപ്പോൾ അതുപോലെ അതിൻ്റെ കാട്ടിയുള്ള ഒരു സ്വീകരണമാണ് എല്ലാവർക്കും കിട്ടുന്നത്. അപ്പോൾ നല്ല സന്തോഷമുണ്ട്. സംഘടനകളും പിന്നെ കുറേ പ്രോഗ്രാംസും കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഒരു പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ അതൊരു നന്നായി തോന്നി. അങ്ങനെ നല്ല റെസ്പോൺസ് ആയതുകൊണ്ട് അതിൽ കണ്ടിന്യൂ ചെയ്യും. അവധി ദിവസങ്ങൾ നോക്കിയാണ് ഗൾഫിലെ ഓണാഘോഷങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓണക്കാലമെന്നത് 6 മാസമെങ്കിലും കാണും. UAE-യിലെ ചെറുതും വലുതുമായ കൂട്ടായ്മകളിൽ മാവേലി വേഷം ചെയ്യുന്ന ലിജിത്ത് ഇതിനകം 200ഓളം പരിപാടികളിൽ മാവേലിയായി എത്തിക്കഴിഞ്ഞു. ഓണമാസത്തിൽ ഒരു ദിവസം 3 പരിപാടികളിൽ വരെ ഓടിയെത്താറുണ്ട് ഈ മാവേലി. തൻ്റെ പ്രജകളെ തേടി ചില ദിവസങ്ങളിൽ എമിറേറ്റുകൾ താണ്ടിയും മാവേലി എത്തും. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടുകാലമായി UAE-യിലുള്ള ലിജിത് കുമാർ കലാരംഗങ്ങളിലും സജീവമാണ്. ക്യാമറമാൻ രഞ്ജിത്ത് കാരത്തിനൊപ്പം ടി ജമാലുദ്ദീൻ, കൈരളി ന്യൂസ്, ദുബായ്.